പത്മനാഭസ്വാമീനെ കണ്ട് തൊഴുക എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നേ. കഴിഞ്ഞ തവണയും ഞങ്ങൾ വന്നപ്പോൾ പറ്റിയില്ല, എനിക്ക് പീരീഡ്സ് ആയിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം തന്നെ രാവിലെ എണീച്ചിട്ട് ഞങ്ങൾ തൊഴാൻ പോയേ. ഞാൻ ചുരിദാറായിരുന്നു ഇട്ടത്. അവിടെ ആണുങ്ങൾക്ക് മുണ്ട് നിർബന്ധമാണ്, സ്ത്രീകൾക്കാണെങ്കിൽ ചുരിദാറാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു മുണ്ട് കൊടുക്കണം കേട്ടോ. പാൻറ്റ് പുറമെ കാണാൻ പാടില്ല. അങ്ങനെ ഞാൻ ചുരിദാർ ഇട്ടതുകൊണ്ട് ഈ ക്ലോക്ക് റൂമിൽ നിന്ന് 80 രൂപയ്ക്ക് ഒരു മുണ്ട് വാങ്ങി ഫോണെല്ലാം അവിടെ വെച്ച് ചെരുപ്പ് ഇപ്പുറത്ത് ഊരി വെച്ച് ഞങ്ങൾ തൊഴുത് വന്നു കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞുവിനെ ഏട്ടൻ ചെരുപ്പെല്ലാം ഇടിയിച്ചിട്ട് ഞങ്ങൾക്ക് കിഴക്കേ നട കാണാൻ പോവണേ. ഞങ്ങൾ പടിഞ്ഞാറേ നടയിൽ കൂടെയാണ് തൊഴുതിറങ്ങിയത്. ഞാൻ തൊഴുത് പത്മനാഭസ്വാമീൻ്റെ മുന്നിലെത്തിയപ്പം കിടക്കുന്ന വിഷ്ണുവിനെ പോലെ എനിക്ക് തോന്നി. പക്ഷേ കൈ മാത്രമേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ, മുഖം കാണാൻ പറ്റിയില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? അവിടുത്തെ വിഗ്രഹം അങ്ങനെയാണോ കാണാൻ പറ്റുള്ളൂ? അതോ ഞാൻ കാണാത്തതുകൊണ്ടാണോ? ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ നോക്കിയേ. പക്ഷേ അവിടെ ഒറ്റ ഹോട്ടലും തുറന്നില്ല. ഒരു ഹോട്ടൽ തുറന്നുണ്ട്, അവിടെ നല്ല തിരക്കുവാണേ. അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യണ്ടാലോ വിചാരിച്ച് ഞങ്ങൾ അടുത്തത് പഴവങ്ങാടിക്ക് പോവാണേ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് നടന്നാൽ തന്നെ പഴവങ്ങാടി എത്തും കേട്ടോ, അത്ര ദൂരമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ തൊഴുതതിന് ശേഷം 25 രൂപേൻ്റെ 3 തേങ്ങ വാങ്ങിയിട്ട് ഉടച്ചു കേട്ടോ. അവിടെ എത്തിയപ്പോൾ കുഞ്ഞു അവളുടെ പണി തുടങ്ങി. അവൾ ഭസ്മോ സിന്ദൂരം എടുക്കുന്നു, അവൾ തൊടുന്നു, തൊടിയിക്കുന്നു, ഡ്രസ്സിലാക്കുന്നു, ഫുൾ അടി പ്രശ്നം. ഇങ്ങനെ എന്തൊരു പരിപാടിക്ക് പോകുമ്പോൾ എനിക്ക് വയ്യാണ്ടാവും കേട്ടോ. ഇന്നത്തെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ നടു കുനിയാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ പ്രശ്നമായ ആയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ ഓട്ടോയിൽ കയറി റൂമിലേക്ക് പോവാമെന്ന്. അങ്ങനെ അതിൻ്റെ പിണക്കാണേ, കുഞ്ഞുവിൻ്റെ മുഖത്ത് ഒരു ലോഡ് പിണക്കുണ്ടേ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.